എല്ലാവരും സുഖമല്ലേ? ഞാനിന്നൊരു ബീഫ് വിൻഡല്ലോ ഉണ്ടാക്കാൻ കാണിച്ചു തരാം. ഇതൊരു നല്ല എരിവും പുളിയുള്ള ഒരു ബീഫ് കറിയാണ്. ഒരു ഗോവൻ ഡിഷാണ്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാം. ഇതിൻ്റെ ഒറിജിൻസ് പോർച്ചുഗലാണെന്നാണ് പറയുന്നത്. ഇതിനുള്ള ഇൻഗ്രീഡിയൻസ് ഒരു 3/4 കിലോ ബീഫ് ഞാൻ എടുത്തിട്ടുണ്ട്. കുറച്ച് ഫാറ്റുള്ള ബീഫാണ്. അതിന് നമുക്ക് ഉപ്പും മഞ്ഞളും ഇട്ടിട്ട് പ്രഷർ കുക്ക് ചെയ്തെടുക്കാം. എന്നിട്ട് വേറെ വേണ്ടത് കാശ്മീരി മുളക്, ഒരു സവാള കൊത്തിയരിഞ്ഞത്, തക്കാളി അര കഷ്ണം കൊത്തിയരിഞ്ഞത്, ചെറിയ കഷ്ണം ഇഞ്ചി പൊടിയായി അരിഞ്ഞത്, ഗാർലിക് ഒരു 4-5 എണ്ണം പൊടിയായി അരിഞ്ഞത്, വിനിഗർ ഒരു 5 ടേബിൾ സ്പൂൺ, പിന്നെ ജീരകം ഒരു ടീസ്പൂൺ, 1 ടീസ്പൂൺ ഗരം മസാല, പിന്നെ മല്ലി ഒരു ടേബിൾ സ്പൂൺ, പിന്നെ കാശ്മീരി മുളക് ഒരു 8 എണ്ണം ചൂടുവെള്ളത്ത് കുതിർത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ എരിവുള്ള മുളക് ഒരു 3 എണ്ണം ചൂടുവെള്ളത്ത് കുതിർത്തിട്ടുണ്ട്. കൂടെ വിനിഗർ ഒഴിച്ചിട്ട് അത് സോക്ക് ചെയ്തിടുക. ഇനി എണ്ണ ചൂടാകുമ്പം ഇത് മല്ലി പൊട്ടിക്കുക, ജീരകം പൊട്ടിക്കുക. ഈ സമയത്ത് വേണമെങ്കിൽ നമുക്ക് കാശ്മീരി മുളക് പൊടി ആഡ് ചെയ്യാം. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും അരിഞ്ഞതും ആഡ് ചെയ്യാം. കാശ്മീരി മുളകും മറ്റേ എരിവുള്ള മുളകും വേണമെങ്കിൽ ആഡ് ചെയ്യുക ഈ സമയത്ത്. അപ്പോൾ കറിക്ക് കുറച്ചും കൂടെ കളറ് കിട്ടും. ഞാൻ ആഡ് ചെയ്തിട്ടില്ല. പിന്നെ സവാള ഇട്ടു. ഇതൊരു സവാളയാണ്. അതിനെ ഒന്ന് നല്ല സോഫ്റ്റ് ആവുന്നവരെ വഴറ്റിയെടുക്കാം. പിന്നെ കാശ്മീരി മുളക് എടുക്കുമ്പം നല്ല കളറുള്ളത് വലുത് നോക്കിയിട്ട് എടുക്കാൻ ശ്രദ്ധിക്കുക. എൻ്റേത് കുറച്ച് പഴയതായിരുന്നു, അതുകൊണ്ടാണ് ഒരു കളറ് കുറവ്. പിന്നെ ഉപ്പിട്ട്, പിന്നെ അരക്കഷ്ണം തക്കാളിയും ഇട്ടു. തക്കാളി നല്ല പഴുത്തതാണെങ്കിൽ നന്നായിട്ടുണ്ടാവും. പിന്നെ ഗരം മസാല ഇട്ടു. പിന്നെ ലാസ്റ്റ് നമ്മൾ കുതിർത്ത വിനിഗറിൽ കുതിർത്ത മുളക് ഒഴിച്ചു. അതിനി ഒന്ന് കുറുകി വരുന്നവരെ ഒന്ന് വേവിക്കാം. കുറുകി തണുത്ത് കഴിയുമ്പോൾ നമുക്കത് മിക്സിയിലിട്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. അരച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുക്ക് ചെയ്ത ബീഫ് ഇടുക. എന്നിട്ട് ആ ബീഫിനെ ഈ ഗ്രേവീൻ്റെ അകത്ത് വറ്റിച്ചെടുക്കുക ചെയ്യുക. അപ്പോൾ ഈ വിനിഗറൊക്കെ ആ ബീഫിൽ പിടിച്ചിട്ട് ബീഫിനൊരു നല്ല പുളിയൊക്കെ വരും. പറഞ്ഞ പോലെ കാശ്മീരി മുളകിൻ്റെ കളറിനനുസരിച്ച് കറീൻ്റെ കളറും മാറിക്കൊണ്ടിരിക്കും. ഏതായാലും കുറുക്കുമ്പം കുറച്ചും കൂടെ കളറ് കൂടി കിട്ടുകയും ചെയ്യും. നല്ല എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ സാധനമാണ്. വ്യത്യാസം ഈ വിനീഗർ ഒഴിക്കുന്നതാണ്. ഇത് നല്ലോണം വറ്റിക്കോട്ടെ. ബീഫ് അതിൽ കിടന്ന്. അപ്പോൾ ബീഫ് കുറച്ച് ഫേമാവും ഈ വിനീഗറിൽ ഇട്ട് വേവിക്കുമ്പം. ഇതായിട്ടുണ്ട്. ഫുൾ കുറുകുമ്പോൾ കുറച്ചും കൂടെ നല്ല കളറ് കിട്ടും. ഇത് റൈസിൻ്റെ കൂടെയും ചപ്പാത്തീൻ്റെ കൂടെ എല്ലാം കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന കറിയാണ്. നല്ല കുറച്ച് ലാസ്റ്റും ചെയ്യും. വിനിഗർ ഒഴിച്ചുകൊണ്ട് കുറച്ച് ഒരു 2 ദിവസമെല്ലാം നന്നായിട്ട് നിൽക്കും. താങ്ക്സ് കേട്ടോ.